സാബിക് GCC ആണ്. ഇപ്പോൾ UAE ഇതാ വിന്റർ എല്ലാം കഴിഞ്ഞ് സമ്മറിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ കുറേ മൂഡ് ചേഞ്ചസ് എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കാറുണ്ടല്ലോ, കുറച്ച് അതായത് കെയറിങ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പരിപാലനങ്ങളൊക്കെ. അപ്പോൾ വാഹനങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പരിപാലനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കുറച്ചൊരു കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ ബോണറ്റ് ഫസ്റ്റായിട്ട് ചെയ്യേണ്ട, ബോണറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ എഞ്ചിൻ്റെ കൂളൻ്റ്, അതായത് ഏറ്റവും കൂടുതൽ വാഹനങ്ങളിൽ ലീറ്റ് ആവുന്ന ഭാഗമാണല്ലോ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കൂളൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, ഇത് കറക്റ്റ് അളവിൽ കൂളൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിന് ശേഷം കൂളൻ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ടോപ്പ് ചെയ്ത് കൊടുക്കുക കുറവുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ സെക്കൻഡായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഞ്ചിൻ ഓയിലിൻ്റെ അളവ്. അതായത് എഞ്ചിൻ ഓയിലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് കൂടുന്നതുകൊണ്ട് AC കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ എഞ്ചിനൊക്കെ ഓവർ ഹീറ്റ് ആവുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഓയിലിൻ്റെ അളവുണ്ടല്ലോ സ്റ്റിക്ക് ഊരിയിട്ട് 2-3 ദിവസം കൂടുമ്പോഴേലും ശ്രദ്ധിക്കുക. പിന്നെ AC എപ്പോഴും നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് അത് എപ്പോഴും ഓട്ടോമാറ്റിക് മോഡിൽ നിന്നും മാനുവൽ മോഡിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു പരിധി വരെ ചൂട് കുറക്കാൻ സഹായിക്കുന്ന കാര്യമാണത്. പിന്നെ എപ്പോഴും നമ്മളെന്താ വെച്ചാൽ ഈ സർവീസ് സെൻ്റർ എന്ന് പറയുന്ന 10,000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്യാതെ കുറച്ച് മുൻപായിട്ട് മാറ്റാൻ ശ്രദ്ധിക്കുക. കാരണം വണ്ടി റണ്ണ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ കിലോമീറ്റർ ചേഞ്ച് ആവുന്നുള്ളൂ. നമ്മൾ പല ആവശ്യങ്ങളും നിർത്തിയിടുന്ന സമയങ്ങളിലും ട്രാഫിക്കിൽ നിർത്തിയിടുമ്പോഴൊക്കെ എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഫോർത്ത്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു ഘടകമാണ് AC ഫിൽറ്റർ. അതായത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കുക. എന്താ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നില്ല, വേറെ ഫ്യൂലും വേസ്റ്റ്. കാരണം ഏറ്റവും കൂടുതൽ AC യൂസൊക്കെ വരുന്നതാണല്ലോ ഈ ചൂട് കാലങ്ങളിൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ടയറിൻ്റെ കാര്യമാണ്. ടയർ ഇതുപോലെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കുക. ബ്ലാസ്റ്റ് ആവാൻ വരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക.